ഞാനൊരു ദിവസം അംഗൻവാടി ജനലിൽ അവിടെ കൂടെ നോക്കി. അപ്പൊ അംഗൻവാടി തൊട്ടടുത്തൊരു വാഴയുണ്ട്. അതിപ്പോ നിന്ന് നോക്കിയാൽ കാണാൻ പറ്റും. ആ വാഴയുടെ അവിടെ ചേച്ചി ഒരു കത്തിയുമായിട്ട് വന്ന് ഇല എടുക്കാനായിട്ട് വന്നു. അപ്പൊ പരിചയമില്ലാത്ത ഒരാളായതുകൊണ്ട് ഞാൻ അംഗൻവാടിയിൽ നിന്ന് പെട്ടെന്ന് ജനൽ വഴി നോക്കിയപ്പോ പറഞ്ഞു, ഞാനിവിടെ ഷർമിളയുടെ വീട്ടിൽ വന്നവരാണ്, കടവന്തറയുള്ളതാണ്, ഞാൻ വീട്ടിലോട്ട് പോകാൻ പോവുകയാണ്, എനിക്ക് ഇച്ചിരി ചോറ് കൊണ്ടുപോകാനായിട്ടാണ് വന്നത്. അപ്പൊ ഞാൻ നോക്കിയതുകൊണ്ട് അവർക്കൊരു വിഷമം തോന്നി. അപ്പൊ നമ്മൾ ചേച്ചി ഞാൻ കണ്ടിട്ടില്ല ചേച്ചി, അതുകൊണ്ട് നോക്കി. എന്നാൽ ഞാൻ അപ്പുറത്തെ വീട്ടിൽ ഈ തൊട്ടടുത്ത വീട്ടിൽ നിന്ന് ഇല എടുക്കട്ടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു വേണ്ട ചേച്ചി ഇല എടുത്തോണ്ട് പോയിക്കോ, ഞാൻ കാണാത്ത ഒരാളായതുകൊണ്ട് നോക്കി. അങ്ങനെ അന്ന് കണ്ടെന്നല്ല, പിന്നെ ഞാൻ കണ്ടിട്ടില്ല. ഒരു ദിവസമാണ് ഈ സുഭദ്ര എന്ന് പറയുന്ന അവരെ നിങ്ങൾ കണ്ടത്? കണ്ടത് ഈ ചേച്ചിയെ കാണാതില്ലെന്ന് പറയുന്നേക്കും 2-3 ആഴ്ചക്ക് മുന്നെയാണ് കാണുന്നത്. ഓർക്കില്ല, അങ്ങനെ എനിക്ക് ഓർമ്മയില്ല. അങ്ങനെയില്ല. ഏത് വാടക അവർ 1.5 വർഷത്തോളൊക്കെ കുഴപ്പമില്ല. അവരിപ്പോ അത് കഴിഞ്ഞ് വിറകങ്ങാണ്ട് കൊണ്ടുവന്നു കഴിഞ്ഞപ്പോഴേക്കും ചിലപ്പോൾ ഈ പ്രശ്നം ഉണ്ടായതെന്ന് എനിക്കറിയത്തില്ല. പിന്നെ പോലീസുകാർ അംഗൻവാടിയിലും എന്റെ വീട് തൊട്ടടുത്താണ്. അപ്പൊ അവിടെയൊക്കെ വന്ന് അന്വേഷിച്ചപ്പോഴാണ് ഇവരെ കാണാതെ ആയെന്നുള്ള വിവരം ഞാൻ അറിയണം. 3 ആഴ്ചക്ക് മുന്നേ വന്നായിരുന്നു. കടവന്തറയിലെ പോലീസുകാർ വന്നിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ വന്ന് ചോദിച്ചു, അന്ന് ചോദിച്ചു ടീച്ചർ കണ്ട ഇവരെ. അപ്പൊ ഞാൻ പറഞ്ഞ ഇല എടുക്കാനായിട്ട് വന്നപ്പോ കണ്ടെന്ന് പറഞ്ഞു. പിന്നെ അവിടെ പൊട്ടിക്കുന്നതാ വല്ലതും കുഴിയെടുക്കുന്നതാ വഴക്കുണ്ടാക്കിയതാ വല്ലതും കണ്ടെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ല, ഞങ്ങൾ 9 തൊട്ട് 3:30 വരെയല്ലേ ഉള്ളൂ, അത് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലോട്ട് പോകത്തില്ലേ, ഞാൻ കണ്ടിട്ടില്ലെന്ന് പറഞ്ഞു. ഏത് ദിവസമാണ് ഈ അമ്മയെ കാണുന്നത് ഇവിടെ? അതൊന്നും ഞാൻ നോക്കും. കഴിഞ്ഞ മാസമല്ല, ഈ ഓഗസ്റ്റിലല്ല, അതിന് മുന്നേ. അവര് മുൻപ് വന്നിട്ടുള്ള ഇവര് 1.5 വർഷം അടുത്തിട്ടുണ്ട്. ഇവിടെ പിന്നെ ബിൽസൺ പഴമ്പാശ്ശേരിയില് ഇയാളുടെ വീട് ഇതാണ്. ഉടമസ്ഥന്റെ വീടാണ്. ഇപ്പൊ ഉടമസ്ഥൻ മകള് തുമ്പോളിലൊന്നും കല്യാണം കഴിച്ചിട്ടുണ്ട്, അവിടെ താമസിക്കും. സെപ്റ്റംബറിൽ സുഭദ്ര എന്ന് പറഞ്ഞ അമ്മയെ നിങ്ങൾ ഇവിടെ കണ്ടോ? ഇല്ല. സ്ഥിരമായിട്ട് ഇവർ ഇവിടെ വരാറുണ്ടോ? ഇല്ല, അങ്ങനെ ഞാൻ കണ്ട ആ ഒരു ദിവസം വേണ്ടിട്ടുള്ള മാഡം, അല്ല നമുക്കറിയത്തില്ല. ഈ മറ്റേ 2 പേര് ഇവിടെ താമസിക്കുന്നു പറയുന്ന 2 പേര്, അവരെ കുറിച്ച് മറ്റെന്തെങ്കിലും വിവരങ്ങൾ അറിയാമോ? ഇല്ല ഒന്നും അറിയില്ല. ഇവർ സാധാരണ ആളുകൾ താമസിക്കുന്ന പോലെയാണോ? ഇപ്പൊ ഈ വീടൊക്കെ ആണെങ്കിൽ പ്രവേശമൊക്കെ ആകെ അത് തമിഴ്നാട്ടിൽ നിന്ന് വന്നാന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ ഒരു വ്യത്യാസം കാണുമല്ലോ. അല്ല, ഇവർ സ്ഥിരം എല്ലാ ദിവസവും ഇവിടെ താമസിക്കുന്നവരാണോ? ഇവര് അവരുടെ വീട്ടിലും പോകും. കാട്ടൊരു ജംഗ്ഷൻ പള്ളിയുടെ പടിഞ്ഞാറച്ച് ഇവരുടെ സ്വന്തം വീട്, ചെറുക്കന്റെ വീട്, അവിടെ പോകും. അന്ന് കണ്ടപ്പോ ഈ സുഭദ്ര എന്ന് പറഞ്ഞ അമ്മ എന്തായിരുന്നു നിങ്ങളോട് സംസാരിച്ചത്? ഇത്രേ പറഞ്ഞുള്ളൂ, ഞാൻ ഇല എടുക്കാൻ വന്നാണ് ടീച്ചറെ, കടവന്തറയിലുള്ളതാണ്, ചോറ് കൊണ്ടുപോകാനായിട്ടാണെന്ന് പറഞ്ഞാൽ ഇല എടുത്തങ്ങ് പോവുകയും ചെയ്തു. ഞാൻ ശ്രദ്ധിച്ചില്ല. പിന്നെ പിള്ളേരുമായിട്ട് ഇല്ല ഇവിടെ പറഞ്ഞു ഷർമിളയുടെ വീട്ടിൽ വന്നാണെന്ന് എന്നോട് പറഞ്ഞു. അല്ല, അങ്ങനെയൊന്നും പറഞ്ഞില്ല. ഇല്ല ഞാൻ ഒന്നും ചോദിച്ചില്ല. ഇല എടുത്ത് അവരങ്ങ് പോവുകയും ചെയ്യാം. പിന്നെ അംഗൻവാടിയിൽ കൊച്ചു പിള്ളേരല്ലേ, ഞങ്ങൾക്ക് അവരെ നോക്കാതിരിക്കാൻ പറ്റത്തില്ല. ഞങ്ങൾ വേഗം അങ്ങോട്ട് അതിനോട്ട് പോകും. ഈ അമ്മയല്ലാതെ മറ്റാരെങ്കിലും ഇവിടെ ഇവരല്ലാതെ കാണാറുണ്ടോ? ഇവരല്ലാതെ ഇവര് കൂട്ടുകാരൊക്കെ വണ്ടിയിൽ ഇവരുടെ ഗ്യാസൊക്കെ ചെറിയ ഗ്യാസാണ്. അപ്പൊ ഇവര് ഗ്യാസ് നിറക്കാനും സാധനം എടുക്കാനായിട്ടൊക്കെ ഓട്ടോ വരികയും പോകുകയൊക്കെ ചെയ്യാം. അങ്ങനെ കൂടുതൽ കണക്ഷൻ ഇല്ല. നമ്മള് ഏ സമയം വാലും ജനലും അടച്ചിട്ടിരിക്കും. ഇവിടെ താമസിച്ചിരുന്നവരെ കുറിച്ച് പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു ദുരൂഹതയൊക്കെ തോന്നിയിട്ടുണ്ടോ? ഇല്ല. ഇവർക്ക് ഭാഷകൾ പലതറിയാമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പല ഭാഷകൾ സംസാരം. അപ്പുറത്ത് വാടകയ്ക്ക് താമസിച്ച ചേട്ടൻ അങ്ങനെ റിസോർട്ടിലെ മാനേജറാണ്, അപ്പുറത്തെ വീട്ടിൽ താമസം. അപ്പൊ അങ്ങനെ ഒരു ദിവസം ഒരു വഴക്കുണ്ടായപ്പോ ഇവര് പല ഭാഷകളിൽ ഇവർ സംസാരിക്കണായിട്ട് ഞങ്ങൾക്ക് കേട്ടിട്ടുണ്ട്. അല്ലാതെ ഇല്ല, അതൊന്നും അറിയത്തില്ല. ഇങ്ങനെ ഓർഫണേജ് ആണ് ഞാൻ എന്ന് മാത്രമേ എന്നോട് പറഞ്ഞിട്ടുണ്ട്. പെങ്ങളെ ആലോചിച്ച് കല്യാണം കഴിച്ചതാണെന്നും പറഞ്ഞിട്ടുണ്ട്. വേറെ ഷർമിളയെ അവൻ ജിതിന്റെ പെങ്ങളൊരു സിസ്റ്ററുണ്ട്, അങ്ങനെ കെട്ടിച്ചതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. നിതിൻ എന്നാണ് ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത് സാറേ, നമുക്ക് അതേ അറിയാവുള്ളൂ. ജോഷി ഇപ്പോൾ നമ്മളോട് സംസാരിച്ചത്